നമസ്കാരം. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലും പ്രതിരോധ രംഗത്തും നിലനിൽക്കുന്ന സങ്കീർണമായ സമവാക്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ചൈനയുടെ അത്യാധുനിക J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി വൈകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ചൈന തങ്ങളുടെ ഏറ്റവും പുതിയ 5ാം തലമുറ യുദ്ധവിമാനമായ J-35 പാകിസ്ഥാന് നൽകാൻ മടി കാണിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രതിരോധ വിദഗ്ധർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ തങ്ങളുടെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായ AMCയെ ഔദ്യോഗികമായി സേനയുടെ ഭാഗമാക്കുന്നതുവരെ ചൈന ഈ കയറ്റുമതി ബോധപൂർവം വൈകിപ്പിച്ചേക്കാം എന്നാണ് പ്രമുഖ പ്രതിരോധ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സാങ്കേതികപരമായ കാരണങ്ങൾക്കും അപ്പുറം വലിയൊരു തന്ത്രപരമായ ലക്ഷ്യവും പ്രാദേശിക സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള മുൻകരുതലുമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണം കരുതാൻ. പ്രതിരോധ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം കുറിക്കുന്നതാണ് J-35 പോലെയുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ വരവ്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനുള്ള ഇവയുടെ അപാരമായ കഴിവ്, അത്യാധുനിക സെൻസറുകൾ, ഡാറ്റ ഷെയറിംഗ് സംവിധാനങ്ങൾ എന്നിവ ഒരു യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശത്രുമേഖലയിൽ നിർണായകമായ മേധാവിത്വം നൽകാൻ പര്യാപ്തമാണ്. എന്നാൽ ദക്ഷിണേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതികവിദ്യ ഒരു കക്ഷിക്ക് മാത്രം അമിതമായ മുൻതൂക്കം നൽകുന്നത് മേഖലയിൽ ഗുരുതരമായ സുരക്ഷാ ഭീഷണികൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇന്ത്യക്ക് സമാനമായ ഒരു 5ാം തലമുറ യുദ്ധവിമാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് J-35 ലഭിക്കുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ താറുമാറാക്കാം. തങ്ങൾക്ക് വലിയ സാങ്കേതിക മേധാവിത്വമുണ്ടെന്ന തോന്നൽ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ മുൻകൂട്ടി ചിന്തിക്കാതെയുള്ള അപകടകരമായ സൈനിക നീക്കങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാമെന്ന ആശങ്കയും ശക്തമാണ്. പരമ്പരാഗതമായ സൈനിക പ്രതിരോധ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ബെയ്ജിങ്ങിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ചൈനയുടെ ആഗോള നയതന്ത്ര ലക്ഷ്യങ്ങളും ഈ മരവിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ അമേരിക്കയുമായുള്ള തന്ത്രപരമായ മത്സരത്തിനാണ് ചൈന നിലവിൽ മുൻഗണന നൽകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് ചൈനയുടെ വലിയൊരു നയതന്ത്ര ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകും. പാകിസ്ഥാൻ ചൈനയുടെ വിശ്വസ്തനായ പങ്കാളിയാണ് എങ്കിൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ചൈന എന്നും ശ്രമിച്ചിട്ടുണ്ട്. ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിൽക്കുന്നത് ചൈനയുടെ സാമ്പത്തിക വാണിജ്യ താൽപ്പര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ തെറ്റായ കണക്കുകൂട്ടലുകൾ മൂലം മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ ചൈന കയറ്റുമതി നടപടികൾ മനഃപൂർവ്വം മന്ദഗതിയിലാക്കുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലേക്കുള്ള J-35A വിമാനങ്ങളുടെ വിതരണം 4 വർഷം വരെ വൈകിയേക്കാമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. പ്രാദേശിക ശക്തികളുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക എന്നത് ചൈനയുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രം അമിതമായ ആധിപത്യം നൽകുന്നതിന് പകരം ഇരുവശത്തും സന്തുലിതമായ ഒരു സാഹചര്യം നിലനിർത്താനാണ് ചൈന ശ്രമിക്കാറ് സാധ്യത. ഇന്ത്യയുടെ AMCA പദ്ധതി പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതുവരെ, അതായത് 2030കളുടെ പകുതിയോടെ മാത്രമേ ഈ വിമാനങ്ങൾ പാകിസ്ഥാന് കൈമാറാൻ ചൈന തയ്യാറാകുകയുള്ളൂ. ഇരു രാജ്യങ്ങൾക്കും സമാനമായ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ ഉള്ളപ്പോൾ ആരും പെട്ടെന്നൊരു ആക്രമണത്തിന് മുതിരില്ല എന്ന തത്വം ഇവിടെ ബാധകമാണ്. കൂടാതെ J-35 എന്നത് ചൈനയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളതും വിലപിടിപ്പുള്ളതുമായ പ്രതിരോധ പദ്ധതിയാണ്. 2025 അവസാനത്തോടെ മാത്രം തങ്ങളുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയ ഈ വിമാനങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചോർന്നു പോകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും ഈ കയറ്റുമതി വൈകുന്നതിന് പിന്നിലുണ്ട്. എന്നിരുന്നാലും ഈ വിലയിരുത്തലുകളെല്ലാം പ്രതിരോധ വിദഗ്ധരുടെ മാത്രം അഭിപ്രായങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി ഇത്തരം കാരണങ്ങൾ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. പാകിസ്ഥാൻ 40ഓളം J-35 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിലും അന്തിമ കരാറോ സമയക്രമമോ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചൈനയുടെ സ്വന്തം സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾ, നിർമ്മാണശേഷി, ആഗോള വിപണിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഭാവിയിൽ ഈ കരാറിനെ സ്വാധീനിച്ചേക്കാം. എങ്കിലും ദക്ഷിണേഷ്യയിലെ സമാധാനവും തന്ത്രപരമായ സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിൽ ചൈനയുടെ ഈ കരുതൽ നിർണായകമായൊരു ഘടകമായി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാന് J-35 പോലെയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വൈകുന്നത് ഭാരതത്തിന് ലഭിക്കുന്ന തന്ത്രപരമായ നേട്ടങ്ങളിൽ ഒന്നുകൂടിയായിരിക്കും. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനും
ശത്രുപക്ഷത്തിൻ്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താനും അതിവേഗം ആക്രമണം നടത്താനും കഴിയുന്ന J-35 വിമാനങ്ങൾ പെട്ടെന്ന് പാക് വ്യോമസേനയിൽ എത്തിയിരുന്നെങ്കിൽ അത് ദക്ഷിണേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ സമൂലം തകിടം മറിക്കുമായിരുന്നു. ഇന്ത്യയുടെ പക്കൽ നിലവിൽ സമാനമായ സ്റ്റെൽത്ത് വിമാനങ്ങളില്ലാത്ത ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് ഈ സാങ്കേതികവിദ്യ ലഭിക്കുന്നത് അവർക്ക് വലിയൊരു മാനസികവും തന്ത്രപരവുമായ മുൻതൂക്കം നൽകിയേക്കും. എന്നാൽ ചൈനയുടെ ഈ വിമുഖത മൂലം ഇന്ത്യക്ക് സ്വന്തം പ്രതിരോധ പദ്ധതികൾ കൂടുതൽ വേഗത്തിലാക്കാനും സജ്ജമാക്കാനുമുള്ള വിലയേറിയ സമയം ലഭിക്കുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA പ്രോജക്റ്റ് വികസിപ്പിച്ചെടുക്കാനും 2030കളുടെ പകുതിയോടെ അവയെ വ്യോമസേനയുടെ മുൻനിര പോരാളികളായി മാറ്റാനും ഈ ഇടവേള അത്യന്താപേക്ഷിതമാണ്. ഈ കാലതാമസം വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമശക്തിയുടെ അന്തരം വലിയ തോതിൽ കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വലിയ ആശ്വാസമാണ്. അതേസമയം ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഏത് വെല്ലുവിളികളെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണ് ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. J-35 പോലെയുള്ള റഡാറിൽപ്പെടാത്ത സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനും നശിപ്പിക്കാനും സാധിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിവേഗം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ പക്കലുള്ള ലോകോത്തര ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫ് ആണ്. 100 കണക്കിന് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ വരുന്ന ശത്രുവിൻ്റെ ഏത് അത്യാധുനിക വിമാനങ്ങളെയും മിസൈലുകളെയും കൃത്യതയോടെ കണ്ടെത്തി തകർക്കാൻ ഈ റഷ്യൻ നിർമ്മിത സംവിധാനത്തിന് കഴിയും. ഇതിനു പുറമെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സാങ്കേതിക വിദ്യയെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പാസീവ് കൊഹറൻറ്റ് ലൊക്കേഷൻ റഡാർ പോലെയുള്ള അത്യാധുനിക ആൻറ്റി സ്റ്റെൽത്ത് റഡാർ സംവിധാനങ്ങളും ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇവയ്ക്ക് സാധാരണ റഡാറുകളിൽ നിന്നും സ്റ്റെൽത്ത് വിമാനങ്ങൾ മറഞ്ഞു നിൽക്കുന്ന തന്ത്രങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. S-400 പുറമെ ഇടത്തരം ദൂരപരിധിയിലുള്ള ബരാക് 8 മിസൈൽ സംവിധാനങ്ങളും പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഭാരതത്തിൻ്റെ വ്യോമ അതിർത്തിക്ക് ശക്തമായ കാവൽ തീർക്കുന്നുണ്ട്. കൂടാതെ ഭാവിയിലെ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് കുശ പോലെയുള്ള ദീർഘദൂര മിസൈൽ പ്രതിരോധ പദ്ധതികൾ രാജ്യത്തിൻ്റെ പ്രതിരോധ വലയത്തെ കൂടുതൽ 10 മടങ്ങ് ശക്തമാക്കും. ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും അത്യാധുനിക ജാമറുകളും ശത്രുവിൻ്റെ ആശയവിനിമയ ശൃംഖലയെ തടസ്സപ്പെടുത്താൻ സജ്ജമാണ്. ചുരുക്കത്തിൽ ചൈനയുടെ J-35 യുദ്ധവിമാനങ്ങളുടെ കയറ്റുമതിയിലുള്ള കാലതാമസം ഇന്ത്യക്ക് സ്വന്തം സൈനികശേഷി വർദ്ധിപ്പിക്കാനുള്ള സുവർണാവസരമാണ് നൽകുന്നത്. പാകിസ്ഥാൻ്റെ വ്യോമസേനയ്ക്ക് മുൻകൈ ലഭിക്കുന്നത് തടയപ്പെടുന്നതിലൂടെ മേഖലയിൽ സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്താൻ സാധിക്കുന്നു. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നേരിടാൻ തക്കവണ്ണം ഇന്ത്യയുടെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിൻ്റെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളും തദ്ദേശീയ പ്രതിരോധ കരുത്തും വരും കാലങ്ങളിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ തികച്ചും സുരക്ഷിതമായി നിലനിർത്തുമെന്നത് ഉറപ്പായ കാര്യമാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.